പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആശങ്കാകുലരാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുമ, ജലദോഷം, പനി അല്ലെങ്കിൽ വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ഡോക്ടറെ വളരെ അടിക്കടി സന്ദർശിക്കാറുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്ന് നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തെ ശരിക്കും മാറ്റാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നു. അതിനെ ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. അതായത് അലോപ്പാത്തിയുടെയും ഹോമിയോപ്പാത്തിയുടെയും ശക്തികളെ സംയോജിപ്പിക്കുക. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കാം. ഇത് ഒരു വൈദ്യശാസ്ത്ര സമ്പ്രദായത്തെ മറ്റൊന്നിനേക്കാൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചല്ല. വേഗത്തിലുള്ള ആശ്വാസം, മികച്ച രോഗപ്രതിരോധശേഷി, ദീർഘകാല ആരോഗ്യം എന്നിവയ്ക്കായി നിങ്ങളുടെ ഡോക്ടറുമായി ചേർന്ന് രണ്ടും ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഇത്. നിങ്ങളുടെ കുട്ടിക്ക് ഗുരുതരമായ രോഗം വരുമ്പോൾ, ഉയർന്ന പനി, അണുബാധ അല്ലെങ്കിൽ വൈദ്യപരമായ അടിയന്തിരാവസ്ഥ പോലുള്ള സമയങ്ങളിൽ അലോപ്പാത്തി അഥവാ ആധുനിക വൈദ്യശാസ്ത്രം വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇത് വേഗത്തിൽ പ്രവർത്തിക്കുന്നു, ലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്നു, ജീവൻ രക്ഷിക്കുന്നു. എന്നാൽ കാലക്രമേണ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്താണ്? അതുവഴി നിങ്ങളുടെ കുട്ടികൾക്ക് തുടക്കം മുതലേ അത്രയധികം രോഗം വരാതിരിക്കാൻ കഴിയും. ഇവിടെയാണ് ഹോമിയോപ്പാത്തി വരുന്നത്. ഹോമിയോപ്പതി മരുന്നുകൾ മൃദുവാണ്, പ്രകൃതിദത്തമാണ്, അവയ്ക്ക് ദോഷകരമായ പാർശ്വഫലങ്ങളില്ല. അവ നിങ്ങളുടെ കുട്ടിയുടെ രോഗപ്രതിരോധ പ്രതികരണത്തെ ശക്തിപ്പെടുത്താനും അണുബാധകളുടെ ആവൃത്തി കുറയ്ക്കാനും ആന്റിബയോട്ടിക്കുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് ഫലപ്രദമാണെന്ന് തെളിയിക്കുന്ന നിരവധി യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങളുണ്ട്. ഒരു കാലത്ത് എല്ലാ മാസവും രോഗം വന്നിരുന്ന തങ്ങളുടെ കുട്ടികൾ 2 വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളും സംയോജിപ്പിച്ചതിനുശേഷം കൂടുതൽ കാലം ആരോഗ്യത്തോടെ ഇരിക്കാൻ തുടങ്ങിയെന്ന് രക്ഷിതാക്കൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് വെറും വിശ്വാസം മാത്രമല്ല, ശാസ്ത്രവും ഇതിനെ പിന്തുണയ്ക്കുന്നു. ഉദാഹരണത്തിന്, യൂറോപ്യൻ ജേർണൽ ഓഫ് പേഡിയാട്രിക്സിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഹോമിയോപ്പതി മരുന്നുകൾ നൽകിയ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ശ്വാസകോശ അണുബാധ കുറവായിരുന്നു. സാധാരണ ചികിത്സ ലഭിച്ചവരേക്കാൾ കുറവ് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുവെന്നും കണ്ടെത്തി. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ചും നമ്മൾ ആന്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ പോരാടാനും സ്വാഭാവിക രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ. കൂടാതെ ജീവിതശൈലിയുടെ പ്രാധാന്യം മറക്കരുത്. മികച്ച മരുന്നുകളുണ്ടായിരുന്നിട്ടും കുട്ടികൾക്ക് മതിയായ ഉറക്കം, ആരോഗ്യകരമായ ഭക്ഷണം, ഔട്ട്ഡോർ കളികൾ, കുറഞ്ഞ സ്ക്രീൻ ടൈം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു നല്ല ദിനചര്യ ആവശ്യമാണ്. ഇന്റഗ്രേറ്റീവ് കെയർ ഈ ശീലങ്ങളെയും ഉൾക്കൊള്ളുന്നു. നിങ്ങളുടെ കുട്ടിയെ മൊത്തത്തിൽ പരിഗണിക്കുന്നു, രോഗത്തിന് ചികിത്സ നൽകുക മാത്രമല്ല, മൊത്തത്തിലുള്ള ക്ഷേമത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് വീണ്ടും വീണ്ടും രോഗം വരുന്നുണ്ടെങ്കിൽ പ്രതീക്ഷ കൈവിടരുത്. ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റ് പരീക്ഷിക്കുക. നിരവധി രക്ഷിതാക്കൾ ഈ വഴി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കുട്ടികൾ ആരോഗ്യത്തോടെയും കൂടുതൽ ഊർജ്ജസ്വലതയോടെയും സ്കൂളിൽ പോകാതിരിക്കുന്ന ദിവസങ്ങൾ കുറയുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഇതൊരു അത്ഭുത ചികിത്സയല്ല, ഫലങ്ങൾ ഒറ്റരാത്രി കൊണ്ടുവരില്ല. എന്നാൽ നിങ്ങൾ കുറച്ചു മാസങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥ മാറ്റം കാണാൻ തുടങ്ങാം. അപ്പോൾ അലോപ്പാത്തിയും ഹോമിയോപ്പാത്തിയും ഉപയോഗിച്ച് ഇന്റഗ്രേറ്റീവ് ട്രീറ്റ്മെന്റ് നൽകുന്ന ഒരു വിദഗ്ധനെ നിങ്ങൾക്ക് എവിടെ കണ്ടെത്താൻ കഴിയും? ഉത്തരം ഇതാണ്: ഹൈദരാബാദിലെ സിംസ് മെഡിക്കൽ സെന്റർ. നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് 6 മാസത്തേക്ക് ഞങ്ങളിൽ നിന്ന് ചികിത്സ തേടാം. നിങ്ങൾക്ക് നേരിട്ട് ചികിത്സയ്ക്കായി ഞങ്ങളെ സന്ദർശിക്കാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാം. വെറും രോഗം മാറ്റുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിനുപകരം ശരിക്കും ആരോഗ്യകരമായ ഒരു തലമുറയെ നമുക്ക് കെട്ടിപ്പടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും ചിരിക്കുന്ന മുഖത്തോടെയും കളിച്ചും ശക്തരായും വളരാൻ അനുവദിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.